എല്ലാവർക്കും ചിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള ബീഫ് വെന്താലു വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെരിഞ്ജീരകമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ജീരകം ദേ ഇത്ര എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ അതും ഈ ഒരളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഉലുവ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കഴിക്കും. പിന്നെ ഇതേ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്. ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇതേ കടുകൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിനെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത്രയും ചെറുള്ളി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തുള്ളത്. ഈ ബീഫ് നമ്മൾ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസ് വേണമെങ്കിൽ അതേപോലെയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അത് ഈ ബീഫിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബീഫിലേക്ക് എല്ലാതും പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ വളരെ ഇതായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് അതിനെ ഇതാക്കി വെക്കുക കുറച്ച് നേരം. പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിന്താലുവിന് ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഈ വിനീഗർ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെറുള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ വേഗം തന്നെ വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ഇതിൻ്റെ കളറൊക്കെ ഒരു മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ ബീഫ് അല്ലാതെ ഇട്ടതിന് ശേഷം അത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ബീഫൊക്കെ ആകുമ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കും വെന്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഇതൊരു കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ ഈ ബീഫിലേക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ ഒരു ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ശരിക്ക് കൊച്ചിക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് കൊണ്ടും പിന്നെ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാനും വേണ്ടിയിട്ട് പെട്ടെന്ന് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇത് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനായിട്ട് വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ നോക്കിയാൽ നേരത്തേക്കാളും കുറുകി നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വെന്താലുവിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ വെള്ളമൊക്കെ കറക്റ്റ് കുറുകി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വെന്താലുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.